ഹായ് ഗൈസ്, നമ്മളിന്ന് പോകുമ്പോൾ നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പേരഗണിൽ പോയിട്ട് ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്ന നോട്ടം വേറെ ഒന്നും കൊണ്ടല്ല, ബിരിയാണിക്കുള്ള കാത്തിരിപ്പുകൊണ്ടാണ് കേട്ടോ ഗൈസ്. കുറേ ടൈം നമ്മൾ വെയിറ്റ് ചെയ്ത്, കാരണം പെരുന്നാൾ കാരണം നല്ല തിരക്കൻ, അത്യാവശ്യം തിരക്കന്നെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുറേ നേരത്തേക്ക് ശേഷം ബിരിയാണി കൺമുന്നിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പറഞ്ഞ 2 ലഗോൺ ബിരിയാണിയും അതേപോലെ തന്നെ പൊറോട്ടയും പിന്നെ എഗ്ഗ് കറിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഈ പേരകളിലെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അതേപോലെ തന്നെ അവരുടെ അച്ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് വാ ഗൈസ്, എന്തായാലും മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ പേരകളിലെ ബിരിയാണി. കിട്ടില്ല. അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ പർപ്പിളൊന്നും കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. ബീച്ചിലെത്തിയതിന് ശേഷം അവിടെ പുതിയതായിട്ട് തുടങ്ങി കേട്ടോ ഗൈസ് നമ്മുടെ സ്വീറ്റ് ബോട്ട്. അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന ഒട്ടകം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം കുതിര കണ്ട് ആദ്യം ചോളല്ല ഉപ്പിലിട്ട് കാണണം കേട്ടോ ഗൈസ്. പിന്നെ നമ്മളൊരു കട്ട് ഫ്രൂട്ട്സും വാങ്ങി. അതേപോലെ തന്നെ നല്ല ചോക്ലേറ്റിൻ്റെ ഫൗണ്ടൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഗൈസ് കുറേ നേരം നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അതിന് ശേഷം നമ്മൾ നേരെ സ്വന്തം മിഠായി തെരുവ്, അതായത് SM സ്ട്രീറ്റിലാണ് കേട്ടോ പോയത് ഗൈസ്. അവിടെ നിന്ന് നേരെ ഒന്ന് ഫുള്ള് കറങ്ങി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ നേരെ വണ്ടി എടുത്ത് ഗോയിങ് ടു വടകര ഗൈസ്. പെരുന്നാളായതുകൊണ്ട് ഗൈസ് നമ്മൾ റോഡ് മൊത്തം ഫുള്ള് ലൈറ്റെല്ലാം ആയിട്ട് കിട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെല്ലാം കേട്ടോ ഗൈസ് നമ്മൾ പർപ്പിളിൽ നിന്ന് വാങ്ങിയ ഒരു സിറം വാങ്ങി, ഫേസ് വാഷും പിന്നെ സീക്ക സൺസ്ക്രീനുമാണ്.